ഹലോ. നെർവസ് സിസ്റ്റം ഹീലിങ്ങിനെ കുറിച്ചും സ്കിൻ അലർജീസിനെ കുറിച്ചും ഒരു കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ നെർവസ് സിസ്റ്റം ഹീലിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ്. സ്കിൻ അലർജീസ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾക്ക് ഗോ ത്രൂ ആവേണ്ടി വരുന്ന ഫേസാണ്. ഒരു ഫേസ് അല്ല, പല ഫേസസിൽ. ഇതിൻ്റെ കോർ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ടിഷ്യൂസിലുള്ള, അതായത് നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളുടെ സോളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ട്രൂത്തിലേക്ക് കണക്റ്റ് ആവാനാണ് നമ്മൾ ഹീൽ ചെയ്യുന്നതെങ്കിലും ആ സോൾ ഇരിക്കുന്ന ബോഡിയിലുള്ള കണ്ടീഷനിങ് ആവാം, ട്രോമാസ് ആവാം, അത് ആ ടിഷ്യൂ ലെവലിൽ വരെ, അതായത് ആ ഒരു മൈക്രോ ലെവലിൽ വരെ എത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളെയും നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നാച്ചുറലി ഹീലിംഗ് ചെയ്യുമ്പോൾ അത് റിഫ്ലക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മളുടെ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ സ്കിൻ ത്രൂ ഉള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെയും സർഫേസിൽ വരും. ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് DNA ഹീലിംഗ് നടക്കുമ്പോൾ, DNA ഹീലിംഗ് നമ്മൾ ഫോസിബിളി അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിലും അതെല്ലാം മറ്റ് ഹീലിങ്സിൻ്റെ റിഫ്ലക്ഷൻ DNA ഹീലിംഗിലേക്ക് വരുമ്പോൾ നാച്ചുറലി നമ്മളുടെ സ്കിന്നിൽ റാഷസ് വരുന്നതാണ്. അതിപ്പം സ്കിൻ റാഷസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ മേ ബി അവേക്കനിങ്ങിൻ്റെ മുമ്പ് മുതൽ തന്നെ നമ്മൾക്ക് ഫീൽ ആവാവുന്നതാണ്. ബിക്കോസ് അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് എല്ലാം നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അത് പിന്നെയും പാറ്റേൺ വൈസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. വൺസ് അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പം ഈ ഇഷ്യൂസൊക്കെയും പിന്നെയും കൂടാൻ സാധ്യതയുണ്ട് ഒരു ടൈം പീരീഡ് വരെ. അത് ചിലപ്പം നമ്മളുടെ കൈകാലുകളിലൊക്കെ ഒരു റാഷസ് പോലെ, ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഒരു ടൈം പീരീഡ് വരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വന്നിട്ട് നമ്മളുടെ ഉള്ളം കൈയിൽ, പിന്നെ കാൽപാദങ്ങളിൽ അടക്കം നമ്മൾക്ക് പലപ്പോഴും റാഷസ് കാണാൻ പറ്റും. പിന്നെ നമ്മളുടെ വെജിന പാർട്ടിലൊക്കെയും അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിൽ നമ്മളുടെ മുട്ടുകാലിൻ്റെ ബാക്ക് സൈഡിൽ, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള കാർമിക് ഇംബാലൻസസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ എനർജറ്റിക്കലി നമ്മളുടെ ബോഡി ലെവലിൽ കിടക്കുന്നത്, അത് സ്കിൻ ലെവലിൽ മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ടിഷ്യൂ ലെവലിൽ കിടക്കുന്ന ഇഷ്യൂസിനെ സർഫേസിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഹീൽ ചെയ്യുമ്പോൾ, അത് നാച്ചുറലി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ, നമ്മൾ ഹീലിങ്സ് ചെയ്യുമ്പോൾ, കോസ്മിക് എനർജീസിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് നമ്മളിൽ ഹീലിംഗ് നടക്കുമ്പം, പ്രത്യേകിച്ചും ലൈറ്റ് ബോഡി ആക്ടിവേഷൻ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉള്ള പല ഫേസസിൽ പല തരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ്, സ്കിൻ റാഷസ് ഈ ഒരു ജേർണിയിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഗോ ത്രൂ ആകേണ്ടി വരുന്ന ഒരു ഫേസാണ് രണ്ടു പേർക്കും, ഡിവൈൻ ഫെമിനൈനും ഡിവൈൻ മസ്കുലൈനും. താങ്ക് യു. ബ്ലെസ്സിങ്സ്.